ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് നമ്മൾ അമൃതം പൊടിയും കൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇത് വളരെ സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. നമ്മൾ നോർമലി കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഓവൻ വേണ്ട. നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോർമലി കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്കൊരു ബീറ്റർ വേണമല്ലോ. ഇവിടെ നമ്മൾ ബീറ്ററും യൂസ് ചെയ്യുന്നില്ല. മിക്സിയുടെ ജാറിൽ കറക്കിയെടുക്കുവാണ് ഇതിൻ്റെ ബാറ്റർ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഉള്ളത് ന്യൂട്രിമിക്സിന്റെ അമൃതം പൗഡറാണ്. ഇനി ഈ അമൃതം പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം അമൃതം പൊടിയിൽ കൂടുതലായിട്ടും ഉള്ളത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പീസ് ഗ്രാമ്പൂ, അത്രയും ഇട്ടിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു 2 മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത് ഈ മുട്ടയുടെയൊക്കെ ആ ഒരു മണം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവുകയും ചെയ്യും ഈ വാനില എസൻസ് ചേർക്കുമ്പോഴേ. വന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ അടിച്ചിട്ടെടുക്കും. ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർക്കുന്നത് നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പാല് ചേർക്കണം. പാല് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് മിൽക്കാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കറക്കിയെടുക്കാം, മിക്സിയിൽ കറക്കിയെടുക്കാം. നല്ലതുപോലെ അത് പാലും ഈ പഞ്ചസാരയും പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലും എല്ലാം കൂടെ നല്ലതുപോലെ ബീറ്റായിട്ട് കിട്ടും. അത് ബീറ്റായി കിട്ടിയത് നമ്മൾ മാറ്റി വെച്ചേക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലാണ് നമ്മളുടെ അമൃതം പൊടി വരുന്നത്. അപ്പോൾ ഈ അമൃതം പൗഡർ എടുക്കുന്നത് ഒരു 1 കപ്പ് എടുക്കും. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കും. ഇവിടെ നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത് 1/4 ടീസ്പൂൺ. എന്നിട്ട് ഇത് നല്ലതുപോലെ അരിച്ചെടുക്കുകയാണ്. അപ്പം ഇതൊരു 2-3 തവണ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നത് നല്ലതാണ്, കാരണം അതിനകത്തുള്ള ഈ തരികളെല്ലാം പോയി കിട്ടും. അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മുടെ കേക്കിന് കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇതാ ഇത്രയൊക്കെ തരി കിട്ടും നമ്മൾ 2-3 തവണയൊക്കെ അരിക്കുമ്പോഴത്തേക്കിനും. അപ്പം നമുക്കിതങ്ങ് മാറ്റാം. അപ്പം ഈ അരിച്ചെടുത്ത മിക്സ് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുട്ടയും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ബീറ്റ് ചെയ്തിട്ട്, അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മളുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. അതിനകത്ത് ഈ ലംസ് ഒന്നും വരാതെ യോജിപ്പിക്കും. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വേറെ ബീറ്ററോ അല്ലെങ്കിൽ സ്പാച്ചുലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളുടെ സ്പൂൺ കൊണ്ട് തന്നെയാണ് ഇത് ഇളക്കി യോജിപ്പിക്കുന്നത്. അങ്ങനെ യോജിപ്പിക്കുമ്പോഴത്തേനും ആ ലംസ് ഒക്കെ അലിഞ്ഞ് അതങ്ങ് നല്ല മിക്സ് ആയിട്ടങ്ങ് വരും, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വരും. ഒരു 2-3 തവണയായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്താൽ മതി. അതാകുമ്പോഴത്തേനും നമുക്ക് ലംസ് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളിത് ഇഡ്ഡലി പാത്രത്തിലാണ് വെക്കുന്നത് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തേക്കുന്നത്. സ്റ്റീലിൻ്റെ പാത്രമാകുമ്പോൾ നമുക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കാൻ പറ്റും. അപ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും എണ്ണ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് പൊടി തൂക്കി കൊടുക്കുക. ഇതിന് മൈദ തന്നെ എടുത്താൽ മതി. കുറച്ചെടുത്തിട്ട് എല്ലായിടത്തും അങ്ങ് തൂക്കി കൊടുക്കും. നമ്മൾ ഈ എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ എണ്ണ തടവിയതിൻ്റെ മുകളിലേക്ക് ഈ പൊടി അങ്ങ് തൂകും. അങ്ങനെ ചെയ്ത് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബേക്കിംഗ് പേപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ ആ ഫുള്ളായിട്ടൊന്ന് പൊടി നല്ലപോലെ തടവി കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും തൂവിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ കേക്കിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കും. നമ്മളിത് ഫുൾ മിക്സ്ചർ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും കാണാൻ പറ്റും നമ്മളുടെ ബാക്കി വേറെ ടൈപ്പ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിനകത്തൊന്നും കാണുന്ന അത്രയും എയർ ബബിൾസ് ഇതിനകത്ത് കാണത്തില്ലായിരിക്കും. എയർ ബബിൾസ് കുറവാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇത്രയും മിക്സ്ചർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യണം ഈ പാത്രം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായേക്കുന്ന എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്ക് പൊക്കോളും. ഇനി ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ നട്ട്സ് വെച്ച് കൊടുക്കാം മുകളിൽ. ഇത് ഓപ്ഷണലാണ്, വേണം എന്നൊന്നുമില്ല. പിന്നെ അതുപോലെ ഈ നട്ട്സ് ഇങ്ങനെ അത് ശരിക്കും ആവിയിൽ വേവുമല്ലേ, അങ്ങനെ ആവിയിൽ വെന്ത് വരുമ്പോഴത്തേനും ഇത് ആ കേക്കിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇത് മുങ്ങിപ്പോകത്തൊന്നുമില്ല കേക്കിൻ്റെ ഉള്ളിലേക്ക്, ഇത് മുകളിൽ തന്നെ ഉണ്ടാവും.
ഇനി നമ്മൾ ഇഡലിച്ചെമ്പലം ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു ഇഡലിച്ചെമ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം. നമ്മളുടെ റൗണ്ടിൽ വരുന്ന സ്റ്റാൻഡില്ലേ അത് വെച്ച് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒന്നെങ്കിൽ മണൽ അല്ലെങ്കിൽ ഉപ്പ് അടിയിൽ വിതറിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചേക്കുന്ന പാത്രം വെച്ച് കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഉപ്പാണ്, ഈ പൊടിയുപ്പില്ലേ അതാണ്. ഇനി അതല്ല മണല ഉള്ളതെങ്കിൽ മണലിട്ട് കൊടുത്താലും മതി. രണ്ടിനും സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരുപാട് പുതിയ ഇഡലിപ്പാത്രമൊക്കെ എടുത്ത് ഇതിന് വേണ്ടിയിട്ട് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് തന്നെ കറുത്ത പാട് വീഴും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഈ പാത്രം ഒന്ന് ചൂടാവട്ടെ. ഈ പാത്രവും പിന്നെ അതിലിട്ടേക്കുന്ന ആ ഉപ്പിൻ്റെ പീസൊക്കെ ഇല്ലേ അതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് വെച്ചേക്കുന്ന പാത്രം അതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് പാത്രം അങ്ങ് മൂടാം. അങ്ങനെ ചെറിയ തീയിൽ ഒരു 25-30 മിനിറ്റ് നമുക്കിത് വേവിക്കാം. പിന്നെ പല ഗ്യാസ് സ്റ്റൗവിൻ്റെയും അതിനൊരു ഹീറ്റൊക്കെ വരുന്നതിനനുസരിച്ച് ചിലപ്പം വ്യത്യാസമുണ്ടാവും. ഒരു 25 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേനും നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് നീളമുള്ള ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും അതിൽ മാവൊന്നും പിടിച്ച് ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്നാ. ഇപ്പം ഞാനിവിടെ കുത്തിയിട്ട് വെളിയിലേക്ക് എടുക്കുമ്പോഴത്തേനും മാവൊന്നും വരുന്നില്ല. ഒരുപാട് നേരം വെച്ചിരുന്നാൽ അതങ്ങ് ബേൺ ആവില്ലേ. ഇനി നമുക്കത് കുറച്ച് നേരം ചൂടാറാനായിട്ട് വെക്കാമേ. നല്ലതുപോലെ ചൂട് പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്കത് ആ പാത്രത്തിൽ നിന്ന് വെടിയിച്ചെടുക്കാം. അങ്ങനെ കറക്റ്റ് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും, വിട്ടൊന്നും പോകത്തില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ളൊരു കേക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോഴും നല്ല പ്രോപ്പർ ഷേപ്പിൽ തന്നെ വരും കേട്ടോ. നമ്മുടെ ഫസ്റ്റ് പീസ് വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി കേട്ടോ. അത് കട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ നേരത്തെ ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ കുഞ്ഞു കൈയൊക്കെ കണ്ടില്ലേ, അപ്പോൾ ആ കുഞ്ഞു കൈ വന്നിട്ട് ഫസ്റ്റ് പീസ് തന്നെ എടുത്തിട്ട് പോയി. അപ്പോൾ നമുക്ക് അടുത്ത പീസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നട്ട്സ് നമ്മൾ മുകളിൽ വെച്ചേക്കുന്ന കാരണം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം അങ്ങ് വിട്ടുപോകും. കണ്ടോ, നമുക്കൊരു പ്രോപ്പർ ടെക്സ്ചറിലാണ് ഈ കേക്ക് കിട്ടിയേക്കുന്നത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത്. ഇത്രയേ ഉള്ളൂ. നമുക്കത് തൊട്ട് നോക്കുമ്പോഴും കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മൈദ അല്ലല്ലോ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. പൊതുവെ മൈദ അത്ര ഹെൽത്തി അല്ല എന്ന് പറയുമല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഈ ന്യൂട്രിമിക്സിൻ്റെ അമൃതം പൗഡറാണ്. അതിനകത്ത് ഉള്ളതെല്ലാം തന്നെ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി കേക്ക് എന്നും പറയാം. ഇപ്പോൾ നമ്മളിവിടെ ബാക്കി പീസസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോവല്ലേ. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു ഹോട്ട് മിൽക്ക് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണം. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.